ഹായ്, വെൽക്കം ടു മൈ ചാനൽ. കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. കുറേ ആയി നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എല്ലാ വീഡിയോ എടുക്കാത്ത എന്താന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് തിരക്കായിപ്പോയി. MSc എക്സാംസ് ഒക്കെ നടക്കുന്നു, പിന്നെ ജോലി തിരക്ക്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ ഇന്ന് നമ്മളൊരു സൺഡേ വ്ളോഗാണ് എടുക്കാൻ പോകുന്നത്. വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, നമ്മളൊരു ചിക്കൻ ബിരിയാണി നമ്മൾ ട്രൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ടൈമാണ്, കൊള്ളാകുമോ എന്താകുമോ അറിയത്തില്ല. എന്തായാലും നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ. ഹലോ ഗൈസ്, യെസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഗൈസ്, നമ്മളപ്പോൾ ചിക്കന് വേണ്ടിയിട്ടുള്ള സവാളയും തക്കാളിയും ഇട്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, വലിയ ജീരകം, ഇത് പൊടിച്ചത് നമ്മൾ ചിക്കൻ പുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചേർക്കണം. ബാക്കി നമ്മൾ കുറച്ച് മാറ്റി വയ്ക്കണം ബിരിയാണിക്ക് വേണ്ടിയിട്ട്. ഒരു 5-6 തണ്ട് ബിരിയാണി വയ്ക്കുമോ? ബിരിയാണി സദുവിന് വേണോ? തരാട്ടോ, തരാം. ബിരിയാണി സക്സസ് ആവോ? സാധനങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ ഉണ്ടാക്കാൻ അറിയത്തില്ല. മല്ലിയിലും കുരു വേണം. എടുത്തോ കഴുകണ്ടേ? കഴുകിട്ട് വരാം. സദു, ചിക്കൻ തന്നോ? തന്നില്ലേ? പുതിനയിലയും മല്ലിയിലൊക്കെ ഞാൻ ആദ്യമായിട്ടായിരിക്കുന്നത്. എക്സ്പേർട്ട് അല്ലേ, അതുകൊണ്ടായിരിക്കും. അതെ, ഇതൊരു വലിയ ആവശ്യം വന്നിട്ടില്ല. വീട്ടിലും വെച്ച് ബിരിയാണി വെക്കുമ്പോഴും മല്ലിയിലൊന്നും പുതിനയിലൊന്നും ഇടത്തില്ല. നമ്മളിങ്ങനെ നമുക്കറിയാവുന്ന രീതിക്കല്ലല്ലോ ഉണ്ടാക്കുന്നത്. നമ്മളൊരു വീഡിയോ കണ്ടിട്ട് അതിനനുസരിച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത്. സോ നമുക്കവർ കാണിക്കുന്ന പോലെ ഈ കലങ്കാര്യങ്ങളാവാം. പക്ഷെ ഇതൊന്നും ഇട്ടില്ലെങ്കിലും ഉമ്മച്ചിയൊക്കെ ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് അടിപൊളി ടേസ്റ്റാണ്. ഉമ്മച്ചിയൊക്കെ ബിരിയാണിയാണോ നെയ്ച്ചോറാണോ? ദം ബിരിയാണി ഉമ്മച്ചി ഉണ്ടാക്കിയത് എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. പൊന്നൂസ് കഴിച്ചിട്ടുണ്ട്, പൊന്നൂസിനോട് ചോദിച്ചോട്ടോ. ബട്ട് നെയ്ച്ചോറ് അടിപൊളി. ഇത് മല്ലിയില എത്ര ഇടട്ടെ? പുതിനയില ഇത്ര ഇടാം. പുതിനയില ഇട്ടു. ഇനി അടുത്തെന്താ? ഗരം മസാല. അതെന്തിനാ ഇവിടെ കാണിക്കുന്നത്? ഇന്ന് രാവിലെ വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് മാത്രം ഇങ്ങനെ മുടി കെട്ടി വെച്ചതാ. നല്ല രസല്ലേ? ഓണാണോ വീഡിയോ? പിന്നെ ആണോ? TV-യിൽ കാണാം അച്ഛനൊക്കെ. ഇനി യൂട്യൂബിൽ കാണാം ഇനി അച്ഛനെ. അങ്ങനെയാ, ചുമ്മാ പറയുന്നതല്ല. അല്ലെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. എന്റെ വീഡിയോ കണ്ടിട്ടില്ല യൂട്യൂബില്? അതുപോലെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല. നമ്മള് വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്. ഇന്ന് പൊടിച്ചതാ, ഫ്രഷാ. കുരുമുളക്, തുറക്കുന്നില്ലേ? മഞ്ഞപ്പൊടി ഉപ്പ് നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഇന്നലെ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടോളൂ. പിന്നെ മുളക് പൊടി എത്രയോ?
എൻ്റെ ആവശ്യം, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണം. മുളക് പൊടി, പിന്നെ ഇനി ഉപ്പ്. ഉപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഉപ്പ് നമ്മൾ ഓൾറെഡി തിരുമ്മി വെച്ചിരുന്നത് കാരണം കുറച്ചിട്ടാൽ മതി. ഇത്ര മതിയോ? ഇത്ര ഇട്ടേക്കാം. ഉപ്പ്, തൈര് പൊട്ടിക്കണം. തൈര് അരക്കപ്പ്, ഇത്ര മതി മിക്സ് ചെയ്യാം. ഇത്രയുള്ള ചിക്കനേ ഉള്ളൂ നമുക്ക്. പിന്നെ നെക്സ്റ്റ് നാരങ്ങ നീര്. ലെമൺ. നാരങ്ങ മുറിക്കണം. നാരങ്ങ ഇന്നലെ പഴുത്ത നാരങ്ങ ഉണ്ടായിരുന്നുള്ളൂ. പച്ച നാരങ്ങയാണോ വേണ്ടത്? അല്ല, പറഞ്ഞതാ. ഒരെണ്ണം മതി. പകുതി അത് നാരങ്ങയുടെ. ഇനി എന്നാ വേണ്ടേ? എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. കൈയാണ് മിക്സ് ചെയ്യണം. എൻ്റെ കൈ ഇങ്ങനെ നശിപ്പിക്കാൻ എനിക്ക് വയ്യ. നന്നായിട്ട് തിരുമ്മങ്ങോട് ശരിക്കും തിരുമ്മ. എന്ത് എന്താ കുഴപ്പം? എടുത്താല് തിരുമ്മിക്കേ, ശരിക്കും തിരുമ്മിക്കോ. തക്കാളിയില് സവാളയിലൊക്കെ ഉള്ള വെള്ളം ഇറങ്ങണം. ഇളക്കിക്കോ. ഇനി ഇത് നന്നായിട്ട് ഈ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണം. അരക്കപ്പ് വെള്ളമോടെ ഒഴിക്ക്. ചിക്കനിൽ അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ചിക്കൻ്റെ പീസിലെല്ലാം മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ചെയ്തോളൂ. മതിയാകും. ആണോ? എടോ, മസാല പിടിച്ചിട്ടില്ല. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. എന്തോരം ഒഴിക്കണമെന്ന് അറിയാലോ അല്ലേ? 100 ml. 100 ml എന്ന് പറഞ്ഞാ പോരെ? കാണത്തില്ലല്ലോ. നെയ്യ് മൊത്തം ഒഴിക്കരുതേ. ലാസ്റ്റ് ഇച്ചിരി കലാപരിപാടിക്ക് വെക്കണം. എന്തോരം? കുറച്ച് വെച്ചാൽ മതി. പകുതി ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഡാലിനെ കൊണ്ട് ഒഴിക്കാം. സവാള അരിഞ്ഞോടെ. അത് വയണ്ട് വന്നത് ഇളക്കണം. ഇടട്ടെ മുന്തിരി? ഇടല്ലേ? മുന്തിരി ഇപ്പൊ വേഗം ഇതാകും, ബോൾ കണക്കാവും. കോരിക്കോ.
കണ്ട ഇങ്ങനെ കുരുവിനാന്ന് അരിയണം. അവിടെ സവാള കിട്ടിയോ? കണ്ടില്ലേ? അപ്പോൾ ഇതാ ഇനി സവാള നല്ലപോലെ വരണ്ട് നല്ല ഫ്രൈ ആയിട്ട് വരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ബിരിയാണി അരിക്ക് ഇരട്ടി വെള്ളം ഒഴിക്കണമെന്ന് നമ്മൾ ബിരിയാണി അരി മേടിച്ച കടയിൽ ചേട്ടൻ പറഞ്ഞു. ഒരു വീഡിയോയിൽ പറഞ്ഞു കുറച്ച് അരി ഇട്ട് കഴിയുമ്പോൾ കുറച്ച് മുകളിൽ വെള്ളം നിന്നാൽ മതി. വേറൊരു വീഡിയോയിൽ പറഞ്ഞു എന്താണ് 1.5 കപ്പ് അരിക്ക് 3 കപ്പ് അരിക്ക് 5.5 കപ്പ് വെള്ളം ഒഴിക്കുന്ന കാര്യത്തിൽ കൺഫ്യൂഷനാണ്. നമ്മൾ നേരത്തെ അരച്ച് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം പേസ്റ്റ് അത് ഇതിലേക്ക് ചേർക്കണം. പിന്നെ എനിക്ക് കുറച്ച് ഗരം മസാല ചേർക്കണം. ഞാൻ വീഡിയോയിൽ കണ്ടില്ല, ബട്ട് എനിക്ക് ഇടണം. കിട്ടു ഏതായാലും പാളിയിട്ടില്ല. ഇങ്ങനെ പാളും. ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് അല്ലേ? പിന്നെ ഈ ക്യാരറ്റ് എപ്പോഴിടണ്ടേ? ക്യാരറ്റ് സലാഡിനകത്ത് ചേർത്താ പോരെ? പോരാ, ഇപ്പോഴാണോ ക്യാരറ്റ് ഇടണ്ടേ? അല്ലാന്ന് തോന്നുന്നു കേട്ടോ. ക്യാരറ്റ് ഇടണോ? ഉമ്മച്ചീനെ ഒന്ന് വിളിച്ചു വെച്ചാലോ? ക്യാരറ്റ് എപ്പോഴണ്ടേ? മുന്തിരി, മല്ലിയിലയും പുതിനയിലയും ബാക്കി നമ്മൾ വെച്ചേർന്നതും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുകയാണ് നമുക്കിത് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. മിക്സ് ചെയ്തൊക്കെയാണ്. അപ്പോൾ അരിയുടെ വെള്ളത്തിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. ഉമ്മച്ചീനെ നമ്മൾ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അരിയുടെ ഇരട്ടി വെള്ളം വെക്കണം എന്നാണ് പറഞ്ഞത്. നമ്മളപ്പോൾ വെള്ളം തിളയ്ക്കണം നോക്കണ്ട, അരി ഇടുവാണ്. അതിൻ്റെ ഒപ്പം തന്നെ ക്യാരറ്റ് ഇടാം. ഓക്കെ, കുഞ്ഞു കൊച്ചാണേ. അരി ഇടുന്ന മൊത്തം വീഡിയോ എടുക്കണോ? വേണ്ട. ബിരിയാണിയൊക്കെ ഈസി ആയിട്ട് പുഷ്പം പോലെ വയ്ക്കുന്നവർ എന്നെ ചിലപ്പോൾ ക്രിട്ടിസൈസ് ചെയ്യാൻ സാധ്യത ഉണ്ടായിരിക്കുമല്ലേ? ഞാൻ ആദ്യമായിട്ട് വെക്കണില്ലേ? ഇല്ല, അധികം വ്യൂസ് വരാത്തോണ്ട് ക്രിട്ടിസൈസ് ചെയ്യാൻ ആള് കാണത്തില്ല. ഇപ്പൊ ഓർമ്മ വരുന്ന എന്നാന്നറിയാവോ? നിന്റെ കുട്ടിക്കാലമാണോ? അല്ല, ഞാൻ മറ്റേ പായസം ഉണ്ടാക്കിയ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടോ? ചോറ് വെച്ച് പായസം ഉണ്ടാക്കിയാണോ? ചോറ് വെച്ചോ? ചോറ് വെന്ത് പോയിട്ട് അതിനകത്ത് ശർക്കര ഇട്ട്. അങ്ങനെ ഒരു സാധനം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. എന്നാ മറ്റേ എന്തായിരുന്നു നമ്മൾ പായസൊക്കെ ഇട്ട് മേടിച്ചിട്ട് ഉണ്ടാക്കിയില്ലേ? മറ്റേ ഇങ്ങനെ നേരെ ഉണ്ടാക്കണേന് പകരം തലകുത്തി ഉണ്ടാക്കിയ പായസം. ലാസ്റ്റ് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിരുന്നേ പായസത്തില്. ഞാൻ ആദ്യമേ തന്നെ അത് ചെയ്തു. അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റി. നമ്മുടെ യൂട്യൂബിലെ ഫസ്റ്റ് വീഡിയോ ആണോ സെക്കൻഡ് വീഡിയോ ആണോ എന്തായിട്ട് ആ യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുകയാണെങ്കിൽ. ഭയങ്കര ഫ്ലോപ്പായി പോയ വീഡിയോ ആണ്. വീഡിയോ അല്ല, പായസം. എന്നിട്ട് ഞാൻ പറഞ്ഞു കൊള്ളാം, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു. ഇത് തിളക്കണില്ലല്ലോ നേരെ. തിളച്ചിട്ടാണോ ഒന്ന് മൂടി വെക്കണം മൂടി കടയിലെങ്ങാനും പോയി കഴിച്ചാലോ ബിരിയാണിയാ? ആ, അത് പറ്റത്തില്ല. നീ ബിരിയാണി കഴിച്ചാൽ മതി എല്ലാരും. എനിക്ക് മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ ബിരിയാണിയൊക്കെ കഴിക്കാൻ. എന്തൊരു സൗണ്ടൊക്കെ കേൾക്കണ്ടത്? ഇത് കൂട്ടിയില്ലേ വെച്ചേക്കണേ? ഇതെന്താക്കാ ശരിക്കും തിളക്കാത്ത? അത് പറയാനൊന്നുമില്ല, തിളച്ചു മൂടി, അത്രേ ഉള്ളൂ. നമ്മുടെ വെള്ളം വറ്റി വരുന്നു. റൈസ് പകുതി വേവായിട്ടുണ്ട്. ചിക്കൻ തന്നെ നമ്മൾ വച്ചിട്ടുണ്ട്. ഇതിന് പകുതി വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് റൈസ് ഇട്ട് ദമ്മടിക്കാം. നമ്മൾ ഇന്നലെ ചിക്കൻ
ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ എടുത്ത് ചെറിയ പീസുകളാക്കി മുളക് പൊടി, മല്ലിപ്പൊടി അല്ല മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചിക്കൻ മസാല, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇതൊക്കെ ചേർത്ത് നമ്മൾ പുരട്ടി വെച്ചിരുന്നു. അപ്പോൾ ഇത് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ നല്ലപോലെ വെന്ത് വന്നായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ റൈസ് ഇട്ടിന് ദം ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ആദ്യം ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ നല്ലപോലെ ആയിട്ടുണ്ട്. നമ്മുടെ ഇക്കായാണെങ്കിൽ പുറത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. പിന്നെ നമ്മൾ ലെയറായിട്ട് റൈസ് ഇട്ടു. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മല്ലിയില, പുതിനയില, കാഷ്യൂ നട്ട്സ്, മുന്തിരി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നത് ഇട്ടു. പിന്നെ നമ്മൾ ബിരിയാണിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നെയ്യിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അത് നമ്മൾ ഈ ചോറിൻ്റെ മുകളിലേക്ക് ലെയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളത് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുരിങ്ങൊക്കെ കുഴപ്പമില്ല. ഉണങ്ങാത്ത വശം മറിച്ചെടുക്കുക. കണ്ടോ? അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബിരിയാണി ഇതാ നമ്മുടെ ദമ്മിൻ്റെ ഏകദേശം ലെയറെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. ഒരു 10-15 മിനിറ്റ് വെക്കുന്നുള്ളൂ. ഓൾറെഡി നമ്മുടെ റൈസും ചിക്കനൊക്കെ നല്ലപോലെ വെന്തതായതുകൊണ്ട് ഗൈസ് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് തുറന്നു നോക്കാം. കൊള്ളാലേ? തൊടാൻ പറ്റില്ല, ഭയങ്കര ചൂട്. ഇതിന് ചെയ്യണ്ടേ? കോരി എടുക്കണ്ടേ? ചിക്കൻ ഇപ്പം എടുക്കണ്ടല്ലോ. ഇലയൊക്കെ തിന്നുന്നത് ഇലയൊക്കെ തിന്നും. പറ്റിപ്പോയോ? ചിക്കൻ നല്ലപോലെ വെന്തു. ബിരിയാണി സദുവിനെ വിളിക്കട്ടെ. ബിരിയാണി. ഇപ്പോഴാണോ ബിരിയാണി ആവുന്നതെന്നാണ് സദു ആലോചിക്കുന്നത്. അപ്പം നമ്മുടെ ബിരിയാണി നല്ല അടിപൊളിയായിട്ട് വിജയിച്ചു. അപ്പം നമ്മളിതാ പുറത്ത് പോകാൻ പോവാണ്. സൺഡേ അല്ലേ? ഞങ്ങൾ ഏത് സ്ഥലത്തേക്ക് പോകണമെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്യണേ. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.